കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെമ്മീൻ തലക്കറി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഇതിന്റെ തല മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തല വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ അമ്മ കാണിച്ചു തരും. അമ്മയാണ് ഇന്ന് നമ്മുടെ ചെമ്മീൻ തലക്കറി വെക്കുന്നത്. അമ്മയാണ് അതിന്റെ എക്സ്പേർട്ട്. അപ്പൊ അമ്മ അതെല്ലാം നീറ്റ് ആക്കുന്നുണ്ട്. ഇതിന്റെ കാല് മാത്രം വെട്ടിയാൽ മതി അമ്മ. പുറത്തേക്ക് നിൽക്കുന്ന സാധനം മാത്രം എന്നിട്ട് കാണിക്കണേ. ഇത്രയും മാത്രം വെട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ മാറ്റി വെക്കും തല. ഇത് നല്ലപോലെ കഴുകിയെടുക്കുമോ? നല്ലപോലെ കഴുകില്ലേ? എല്ലാം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കഴുകും. അപ്പം ഞങ്ങൾ ഇന്ന് ചെമ്മീൻ ബിരിയാണി ഉച്ചയ്ക്ക് വെച്ചു. അപ്പം ആ ചെമ്മീൻ്റെ തല മാറ്റി വെച്ച് രാത്രിത്തേക്ക് ചെമ്മീൻ തലക്കറി വെക്കാനാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടേസ്റ്റ് കുഞ്ഞു തലയായിരിക്കും അല്ലേ? അമ്മ അതാ പറയുന്നു, തല കുറച്ചൊരു ചെറിയ നോർമൽ കുഞ്ഞു ചെമ്മീൻ്റെ തലയാണെങ്കിൽ കുറച്ച്. നമ്മുടെ ചെമ്മീനൊക്കെ നല്ല വൃത്തിയാക്കി, തല നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഉള്ളിലൊക്കെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അമ്മേനെ കൊണ്ട് കറി വെപ്പിക്കാം. അപ്പൊ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ അമ്മ വെക്കാൻ പോകുന്ന ചെമ്മീൻ തലക്കറിക്ക് നമുക്ക് ആദ്യം നല്ലൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എത്ര വെളിച്ചെണ്ണ ആണോ? ഇത്ര മതിയോ? പോരാ. ഓക്കെ. അപ്പം അത്യാവശ്യം ഒരു 3 ടേബിൾ സ്പൂണിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ. നമുക്ക് ആദ്യം കണ്ടോ, കുറച്ച് ഉലുവയാണ് ഞാൻ ആദ്യം ഇടുന്നത്. ഇത്ര പോലെ അമ്മ ഉലുവ? ഓക്കെ, ഉലുവ ഇട്ടു. പിന്നെ ഒരു നുള്ള് കടുക് ഇട്ടു. ഇത് നല്ല പോലെ ഒന്ന് പൊട്ടി വരുമ്പോ നമുക്ക് എന്താ ഇടുക? ഇനി അടുത്തത് എന്താ? അതിലേക്ക് കരിവേപ്പില ഇടും. എല്ലാം അമ്മ എനിക്ക് എടുത്തു തരും കേട്ടോ. അമ്മയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ മടി, നാണം. അപ്പൊ ഞാൻ കരിവേപ്പില ഇടാൻ പോവാണ്. അടുത്തത് നീളത്തിൽ അരിഞ്ഞ പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ. എത്ര ചെറിയുള്ളി ഉണ്ടാവുമേ? 10 ചെറിയുള്ളി നടുവേ കീറിയിട്ടേക്കുക. നല്ല പോലെ ഒന്ന് ബ്രൗൺ കളർ ആവണം. ഒന്ന് വഴണ്ടി വന്നാൽ മതി. അപ്പൊ ഉപ്പിടട്ടെ കുറച്ച്. അപ്പൊ ലേശം ഉപ്പിടുകയാണ് നമ്മള്. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. എല്ലാ ഇതളായിട്ടുണ്ട് ചെറിയുള്ളി എല്ലാം. 1 ടേബിൾ സ്പൂൺ മതി. 1 ടേബിൾ സ്പൂൺ 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒന്നെങ്കിൽ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ചതച്ചതുണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കി വെച്ചതുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മസാലപ്പൊടികളെല്ലാം മിക്സ് ചെയ്യുവാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾ. അപ്പൊ നമ്മള് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം കലക്കി നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. നല്ല പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ പറയുന്നു എല്ലാ മീൻകറിയും വെക്കുമ്പോൾ മുളക് പൊടിയും ഒക്കെ ഇങ്ങനെ പൊടികൾ ഡയറക്റ്റ് ഇടുന്നതിന് പകരം ഇതുപോലെ പേസ്റ്റ് ആക്കി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇങ്ങനെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. 1 2 3.5 ടേബിൾ സ്പൂൺ പൊടിയുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ പേസ്റ്റ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിക്കണ്ട. ഇത് നല്ലപോലെ ഇളക്കാൻ പറയുന്നു. അമ്മ എന്നെ പഠിപ്പിക്കുക കറി വെക്കാൻ. അത് നല്ലോണം എണ്ണ തിരിഞ്ഞ് കഴിയുമ്പോഴേ നമ്മളോട് വെള്ളം. ഓക്കെ. ഇതിൽ എണ്ണ നല്ലപോലെ തെളിയണം. അതായത് മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. മൂത്ത മണമൊക്കെ അതിൻ്റെ പൊടിയുടെ പച്ചമണമൊക്കെ പോകണം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം അമ്മേ. തീ കുറച്ച് വെച്ചു.
സൈഡിലൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബൗളിൻ്റെ അകത്തോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. പിന്നെ കുറച്ചും കൂടി വെള്ളം, അതായത് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഈ ഒരു ബൗളിൽ ഒരു 3/4 ബൗള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ കുടംപുളിയാണ് ഇടാൻ പോകുന്നത്. ഇതപ്പോൾ വലിയൊരു കഷ്ണവും 2 കുഞ്ഞു കഷ്ണവും ഇത്രയും കുടംപുളി നമ്മൾ ഇടുന്നുണ്ട്. എന്നിട്ട് ഈ കുടംപുളി ഇത് കിടന്ന് നല്ല പോലെ ഒന്ന് തിളയ്ക്കണം. ഗ്രേവി നല്ല പോലെ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ചെമ്മീൻ തല ഇടുക. നല്ല പോലെ തിള വരുന്നുണ്ട്. ഇപ്പൊ കറിയില് ഗ്രേവി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പൊ അതാ ചെമ്മീൻ തല നമ്മളിങ്ങനെ ഇട്ടു. ഇത് നമുക്ക് സ്പൂൺ വെച്ച് ഇളക്കാൻ പറ്റുമോ? അത് ചട്ടിയോടുകൂടി ചെറിയ ചെമ്മീൻ തലയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചെടുക്കാം. വലിപ്പം കൂടുതലുള്ളത് നമുക്ക് ചട്ടി കൊണ്ട് ചട്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇല്ലേ, സൈഡിൽ കൂടി ഇളക്കി ശ്രദ്ധിച്ചെടുക്കാൻ. ഉടഞ്ഞു പോയത് ഇതിൻ്റെ തോല് ചിലപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരും വലുതായതുകൊണ്ട്. അപ്പൊ നടുക്കിൽ ഇങ്ങനെ കുത്തി കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. ഇനി എത്ര സമയം എടുക്കും? സാധാരണ നമ്മൾ ചെമ്മീനൊക്കെ കറി വെക്കുന്ന പോലെ ഒരു 10 മിനിറ്റ് 5-10 മിനിറ്റ് നല്ല പോലെ മൂടി വെച്ച് നമ്മളിത് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. നമുക്കിത് മൂടി വെക്കാം. നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അമ്മ പറയുന്ന അമ്മയുടെ സ്പെഷ്യൽ ഹൈലൈറ്റ് ഈ കറിയുടേത് പച്ചമുളക് നല്ല നീളത്തിലായിരിക്കിട്ട് ഇതിന്റെ നീളത്തിൽ കീറിയിട്ട് ഇതിന്റെ മുകളിൽ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വെറുതെ ഇട്ടാൽ മതിയോ? വെറുതെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത്ര കരിവേപ്പില മതിയോ? ഓക്കെ. അപ്പൊ അമ്മ പച്ചമുളകും ഇട്ടു, കരിവേപ്പില ഇട്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിലൂടെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ തലക്കറി ഇവിടെ റെഡി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഒന്ന് ഇളക്കിയിട്ട് കേട്ടോ നമ്മുടെ ചെമ്മീൻ തലക്കറി ഇവിടെ റെഡി. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അമ്മയുടെ ചെമ്മീൻ തലക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പം നമുക്ക് അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. മമ്മിയുടെ ഒരു തലക്കറി സൂപ്പർ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ എടുത്തിട്ട് ഇവൻ്റെ അകത്തെയുള്ള സാധനം ഇങ്ങനെ എടുത്തിട്ട് വാ വാ